നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. ഇന്ന് ഞാൻ റമദാൻ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അത്താഴ കഞ്ഞിയായിട്ടാണ് വന്നിട്ടുള്ളത്, ജീരകക്കഞ്ഞി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിയരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജീരകശാല അരി എടുക്കാം, അതുപോലെ തന്നെ ഉണക്കലരി എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ജീരകം, 1/2 ടീസ്പൂണോളം ഉലുവ, 1/2 ടീസ്പൂണോളം അശാളി, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള വെള്ളം വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് വേണം, 1 ടേബിൾ സ്പൂണോളം നെയ്യ് വേണം. ഇനി നമ്മളൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടിയരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അശാളി ചേർത്ത് കൊടുക്കാം, ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു പിടി തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയം തേങ്ങ ചേർക്കുമ്പോൾ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അരി വെന്ത് കിട്ടാനായിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് നമ്മുടെ അരി നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അരി വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചിരവി വെച്ചിട്ടുള്ള അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക, 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു കളർ കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ നമ്മുടെ അരപ്പ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയം നമുക്ക് കഞ്ഞിക്ക് കുറച്ച് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് ലൂസൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനായിട്ട് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കഞ്ഞിയിലേക്ക് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയം നമുക്ക് എത്ര ലൂസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം ഈ കഞ്ഞി ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മളെ കഞ്ഞി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്, പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് അരപ്പിൻ്റെ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മുടെ കഞ്ഞിയിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചെറിയ ഉള്ളി താളിക്കുന്നത് വെളിച്ചെണ്ണയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നെയ്യിൽ ചെയ്തെടുക്കുമ്പം ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ കഞ്ഞിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ കഞ്ഞിയുടെ കൂടെ വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള അശാളി, അതുപോലെ തന്നെ ഉലുവ, എല്ലാം ജീരകം എല്ലാം നമ്മുടെ ശരീരത്തിന് തണുപ്പൊക്കെ നൽകാനും നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ടുള്ള ക്ഷീണം അകറ്റാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഈ റമദാൻ ടൈമിൽ ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ജീരകക്കഞ്ഞി അല്ലെങ്കിൽ നോമ്പും കഞ്ഞി അല്ലെങ്കിൽ മസാലക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.